ഹായ് ഓൾ, എബിഡിയാണേ. നമ്മളെല്ലാവരും നമ്മുടെ സമൂഹത്തിൽ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സമത്വമൊക്കെ അനുഭവിക്കുന്ന ആളുകളാണ്. പക്ഷേ ഈ ഒരു കാര്യം സാമൂഹികമായിട്ട് മാത്രം ഉറപ്പുവരുത്തുക എന്ന് പറയുമ്പോൾ അത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. ഇതിന് കൃത്യമായിട്ടും നിയമങ്ങളും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് വരുന്നത് മൗലിക അവകാശങ്ങളാണ്, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഈ മൗലിക അവകാശങ്ങളെക്കുറിച്ച് ചെറിയ ക്ലാസ് മുതൽ തന്നെ എന്നെ കേൾക്കുന്ന എല്ലാ മക്കളും എന്ത് ചെയ്യുന്നുണ്ട്, കേട്ടറിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ പഠിച്ചറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് 6 മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ് എന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. റൈറ്റ് ടു ഈക്വാലിറ്റി അല്ലെങ്കിൽ സമത്വത്തിനുള്ള അവകാശം, അതുപോലെ തന്നെ റൈറ്റ് ടു ഫ്രീഡം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ചൂഷണത്തിനെതിരെയുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധികൾ അല്ലെങ്കിൽ പരിഹാരം കാണുന്നതിനുള്ള അവകാശം എന്നിങ്ങനെ 6 മൗലിക അവകാശങ്ങളാണ് നമ്മളെല്ലാവരും എൻജോയ് ചെയ്യുന്നുള്ളത്. ഈ അവകാശങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും എല്ലാ രീതിയിലും ഈ പറയുന്ന സ്വാതന്ത്ര്യത്തോടെ സമത്വത്തോടെ എല്ലാ രീതിയിലും നീതി ഉറപ്പുവരുത്തി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഇതിൽ തന്നെ 6ാമത്തെ അവകാശത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു തന്നെ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. അപ്പോൾ എന്തുകൊണ്ടാണ് സാറേ ലാസ്റ്റത്തെ അവകാശത്തിന് ഇത്രയും പ്രത്യേകതകളുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സാർ അത് സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ B.R. അംബേദ്കർ പറഞ്ഞത് ദ ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെ കുറിച്ച് പറഞ്ഞത്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെ കുറിച്ച് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ്. അത് പറയാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ബാക്കി 5 മൗലികാവകാശങ്ങളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ പറയുന്ന 6ാമത്തെ മൗലികാവകാശത്തിനാണ്. അതായത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മൗലികാവകാശം ലംഘിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ സമീപിക്കാം, ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ നമുക്ക് സമീപിക്കാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ വരുന്നത് 6ാമത്തെ അവകാശത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് B.R. അംബേദ്കർ എന്ത് വിശേഷിപ്പിച്ചത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഈ 6ാമത്തെ മൗലികാവകാശത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇനി ആദ്യം മുതൽ നമുക്കൊന്ന് പറഞ്ഞു പോവാം. അതിൽ റൈറ്റ് ടു ഇക്വാലിറ്റി സമത്വത്തിനുള്ള അവകാശം. നിങ്ങൾ നോക്കുക, നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നമ്മൾ ഈ പറയുന്ന ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ അല്ലെങ്കിൽ ലിംഗത്തിൻ്റെയോ പേരിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഫേസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോകാനാ, കോടതിയിൽ പോകാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. കാരണം എല്ലാ തരത്തിലും നമ്മൾ തുല്യരാണ്. സമൂഹത്തിൽ ഒരാൾ ഇന്ന ജാതിയിൽ ജനിച്ചു അല്ലെങ്കിൽ ഇന്ന വർഗത്തിൽ ജനിച്ചു അല്ലെങ്കിൽ ഇത്രയും സമ്പന്നനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്കൊരു പ്രിവിലേജസും പ്രൊവൈഡ് ചെയ്യുന്നില്ല, എൻഷുർ ചെയ്യുന്നില്ല. അത് ഉറപ്പുവരുത്താനാണ് റൈറ്റ് ടു ഈക്വാലിറ്റി വന്നത്. അപ്പോൾ മക്കൾക്കൊരു സംശയം ഉണ്ടാവും, ഈ അവകാശം ഇല്ലെങ്കിലും സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ സമൂഹത്തിൽ ശിക്ഷകളടക്കം വിധിച്ചിരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു, ഒരാളുടെ ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിഭാഗം ആളുകൾ മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ ഗ്രാജ്വലി കുറയുന്നത് ഇങ്ങനെ അവകാശങ്ങൾ ഇതിൻ്റെ ഭാഗമാവുന്നതോട് കൂടിയാണ്. അപ്പോൾ ഇതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡം നമ്മളെപ്പോഴും ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, ഈ പറയുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ നമ്മുടെ ട്രെയിനിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. കാരണം നമ്മൾ പറയും, ഇവരൊക്കെ എന്താ നമ്മുടെ ട്രെയിനിൽ കയറുന്നത്. നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമുക്ക് എവിടെയൊക്കെ സഞ്ചരിക്കാൻ പറ്റൂ, അതുപോലെ തന്നെ ഇന്ത്യയിൽ എവിടെയും ഇന്ത്യക്കാരായിട്ടുള്ള ആർക്കും ഇന്ത്യയിൽ എവിടെയും എന്ത് ചെയ്യാൻ പറ്റും, സഞ്ചരിക്കാൻ പറ്റും, താമസിക്കാൻ പറ്റും, ജോലി ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ ആരും ഉറപ്പ് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഭരണഘടന ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളവരെ എന്താ പറയുക, ഇവർ വേറൊരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ബിക്കോസ് എല്ലാ ആളുകളും എന്ത് തന്നെയാണ്, ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിൽ എവിടെയും നമുക്ക് സഞ്ചരിക്കാം, ഇന്ത്യയിൽ എവിടെയും നമുക്ക് താമസിക്കാം, നമുക്ക് ആവശ്യം നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ജോലിയിൽ തന്നെ സാർ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയാണ്, പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ പാരൻസ് ചെയ്തിരുന്ന ജോലിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പിന്നീട് നമ്മൾ പിന്തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരാൾ എന്ത് തൊഴിൽ ചെയ്യണമെന്ന് ഒരു സമൂഹം നിശ്ചയിച്ചിടത്തുനിന്നും ഒരാൾക്ക് തീരുമാനിക്കാം, എനിക്ക് എൻ്റെ പാരൻ്റ് അല്ലെങ്കിൽ എൻ്റെ ഫാദർ ചെയ്ത ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ എനിക്കൊരു പുതിയ ജോലി തിരഞ്ഞെടുക്കാനുള്ള അവകാശം, എനിക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാനുള്ള അവകാശം ഒക്കെ നമ്മുടെ ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ടടാ, ഉറപ്പ് വരുത്തുന്നുണ്ട്. അടുത്തത് ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. നമ്മുടെ സമൂഹത്തിൽ ചൂഷണത്തിന് എന്താ പറയുക, വിധേയരാവുക അല്ലെങ്കിൽ ഇരയാക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് മാത്രമല്ല. സാർ ഇപ്പോൾ 1-2 പോയിന്റ്സ് പറയുമ്പോൾ അത് മാത്രമാണോ സാറെ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നൊരു സംശയം മക്കൾക്ക് ഉണ്ടായേക്കാം. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ സമൂഹത്തിൽ ചൂഷണത്തിന് ഇരയാക്കപ്പെടുന്നത് കുട്ടികളാണ്. അവർ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പറയുന്നത് ഇന്നസെൻസ് ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യും, പല വാഗ്ദാനങ്ങളൊക്കെ വിശ്വസിച്ച് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ അവർ പല രീതിയിലുള്ള ചൂഷണത്തിന് ഇരയാവാറുണ്ട്. അതുകൂടാതെ നിർബന്ധിത തൊഴിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ബാലവേല പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള ഫാക്ടറികളിൽ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കൽ, ഇതൊക്കെ ചൂഷണമാണ് മക്കളെ. അതുപോലെ തന്നെ സ്ത്രീകളും പലയിടങ്ങളിലും എന്ത് നേരിടുന്നുണ്ട്, ചൂഷണങ്ങൾ നേരിടുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെയുള്ള സംരക്ഷണമാണ് എന്തുകൊണ്ട് ഉറപ്പുവരുത്തുന്നത്, ചൂഷണത്തിനെതിരെയുള്ള അവകാശം കൊണ്ട് ഉറപ്പുവരുന്നത്. അടുത്ത
ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നമ്മുടെ ഭരണഘടന ഏറ്റവും സ്ട്രെസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് സെക്യുലറിസം എന്ന് പറയുന്നത്, മതേതരത്വം എന്ന് പറയുന്ന ആശയം. അപ്പോൾ ഇന്ത്യയിൽ ഏതൊരു ആളുകൾക്കും their own religion എന്ത് ചെയ്യാം, വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അവരുടെ മതം എന്ത് ചെയ്യാൻ പറ്റും, പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ടൊക്കെ പോകാനുള്ള അവകാശമാണ് ഈ പറയുന്ന മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. ഒരു ഔദ്യോഗിക മതം നമ്മുടെ രാജ്യത്തിന് ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റിയാണ്, വൈവിധ്യങ്ങളുടെ ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള വിവിധ മതത്തിലുള്ള ആളുകൾ താമസിക്കുന്ന ഒരു രാജ്യത്ത് ഒരു പെർട്ടിക്കുലർ റിലീജിയൻ ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശ്രീലങ്കയിലൊക്കെ സംഭവിക്കുന്നത് പോലെ വലിയ രീതിയിലുള്ള സിവിൽ വാറൊക്കെ ഉണ്ടാവും. ശ്രീലങ്ക ഇപ്പോൾ ഓക്കെയാണ്, പക്ഷേ പണ്ട് കാലത്തൊക്കെ ശ്രീലങ്കയിൽ ഈ പറയുന്ന ബുദ്ധിസം പ്രൊമോട്ട് ചെയ്തതിനൊക്കെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള സിവിൽ വാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റിലീജിയൻ മാത്രം പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതർ റിലീജിയസ് ഗ്രൂപ്പ്സിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവും റെസിസ്റ്റൻസ് ഉണ്ടാവും, ചിലപ്പോൾ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളെയും, അവിടെ ന്യൂനപക്ഷങ്ങളാവട്ടെ ഭൂരിപക്ഷങ്ങളാവട്ടെ, എല്ലാ മതങ്ങൾക്കും അവരുടേതായിട്ടുള്ള ആചാരങ്ങളൊക്കെ മുമ്പോട്ട് പോകാം. അറ്റ് ദ സെയിം ടൈം ഒരു പോയിന്റ് കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അതായത് നമ്മുടെ ഇതേ ഭരണഘടന തന്നെയാണ് റൈറ്റ് ടു ഈക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് എന്ന് നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മതം ഈ പറയുന്ന മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് ലംഘിക്കുന്ന രീതിയിലേക്ക് ഇടപെടുകയാണെങ്കിൽ അവിടെ ആർക്ക് ഇടപെടാൻ പറ്റും? കോടതിക്ക് ഇടപെടാൻ പറ്റും. അടുത്ത വരുന്നതാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം എന്ന് പറയുന്നത് നമ്മുടെ 5ാമത്തെ അവകാശം. ഈ അവകാശത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എസ്പെഷ്യലി ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന ലിപികളും അതുപോലെ തന്നെ പല രീതിയിലുള്ള സ്ക്രിപ്റ്റും ഒക്കെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ന്യൂനപക്ഷങ്ങളാണെങ്കിൽ അവരുടെ മതമാണെങ്കിലും അവരുടെ ആശയങ്ങളാണെങ്കിലും അതും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അവരുടേതായിട്ടുള്ള സ്കൂളുകളാവട്ടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാവട്ടെ, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവട്ടെ, ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനൊക്കെ അവർക്കും അവകാശമുണ്ട്. കാരണം ഒരു വിഭാഗവും ന്യൂനപക്ഷമായതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടാൻ പാടില്ല. മെയിൻ സ്ട്രീമിൽ അവരും പാർട്ടാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 6ാമത്തെ അവകാശം സാർ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? യെസ്, നമ്മുടെ ഭരണഘടനയിൽ ഈ പറഞ്ഞ എല്ലാ അവകാശങ്ങളെയും ഒരു വലിയേട്ടനായിട്ട് നമുക്ക് എന്തെടുക്കാം? ഈ പറയുന്ന 6ാമത്തെ അവകാശത്തെ എടുക്കാം. കാരണം അവരൊക്കെ സംരക്ഷിച്ച് നിർത്തുന്നത് ആര് തന്നെയാണ്? ഈ പറയുന്ന 6ാമത്തെ അവകാശമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് അവകാശങ്ങൾ എവിടെ നിന്നൊക്കെ വന്നു, അതുപോലെ എല്ലാ കാര്യങ്ങളും അവകാശങ്ങൾ മാത്രമാണോ നമ്മുടെ ഭരണഘടനയിലുള്ളത്? അല്ലല്ല, ഒട്ടനവധി കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ബാച്ചിൽ. അതുകൂടാതെ നമ്മൾ യൂട്യൂബ് ലൈവും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ മക്കൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം. അവിടുത്തെ ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.